Hello guys, welcome back. It's me Cyril George. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെയുള്ള ബെൽ ബട്ടൺ കൊണ്ട് തന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlus 7 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോൺ എന്ന് പറയുന്നത് 2019 ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ 2020 അൺബോക്സ് ചെയ്യുന്നത്, അതായത് ഒരു വർഷവും കഴിഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. OnePlus 7 ഇവിടെ ബൂട്ടപ്പ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആയിട്ട് വളരെ ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 60 ഹെർട്സിൻ്റെ 1080p റെസൊല്യൂഷനുള്ള ഓപ്റ്റിക്കൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് OnePlus 7 ഉള്ളത്. അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓക്സിജൻ OS എന്ന് പറയുന്നത്. ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡായി വരുന്ന
ഓക്സിജൻ OS ബേസ്ഡ് ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഇതിൽ വന്ന് കിടപ്പുണ്ട്. നമുക്ക് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് OnePlus ഡിവൈസിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് അലർട്ട് സ്ലൈഡർ എന്ന് പറയുന്നത്. സൈലൻറ്റ് വൈബ്രേറ്റ് റിംഗ് മോഡിലേക്ക് നമുക്ക് ഈ ഒരു സിംഗിൾ ബട്ടൺ തന്നെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ലൈഡർ യൂസ് ചെയ്ത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആയിട്ടൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതുപോലെ നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് ഡോക്കും കാണാൻ സാധിക്കും. പിന്നീട് ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നീട് OnePlus 7 നമുക്ക് 2 ക്യാമറകളാണ് അവൈലബിൾ ആയി വരുന്നത്. ഒന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സൽ ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതിന് വൈഡ് ആയിട്ടുള്ള അപ്പേർച്ചറാണ് വരുന്നത്. അതായത് f1.7 ആണ് ഇതിൻ്റെ അപ്പേർച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 5 MP ഒരു ടെലിഫോട്ടോ ലെൻസാണ് ഇതിൽ വരുന്നത്. ഇതിൽ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് അവൈലബിൾ ആയി വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് OnePlus 7 1080p റെസൊല്യൂഷനിലും 4K റെസൊല്യൂഷനിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഇമേജ് സ്റ്റെബിലൈസേഷനാണ് OnePlus 7 നമുക്ക് വരുന്നത്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴേക്കും 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് OnePlus 7 നമുക്ക് ലഭിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഈ OnePlus 7 അതായത് 2019 ലോഞ്ച് ചെയ്തൊരു ഫോൺ 1 year old കഴിഞ്ഞിട്ടും ഞാൻ അൺബോക്സ് ചെയ്യുന്നത് എന്നുള്ളതിന് കാരണം ഞാൻ വീഡിയോയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് 30,000 ആ ഒരു പ്രൈസിന് എനിക്ക് കിടിലമായിട്ട് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് OnePlus 7 തന്നെയായിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് OnePlus നമുക്ക് നൽകുന്ന യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു UI-യും ക്ലീൻ ആയിട്ടുള്ള UI-യും സ്മൂത്ത്നെസ്സും പെർഫോമൻസും ഡിസ്പ്ലേയും ഇതെല്ലാം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ OnePlus അവിടെ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. OnePlus 7 സ്പെക്സ് എന്ന് പറയുന്നത് 2009 ലോഞ്ച് ചെയ്താണെങ്കിൽ തന്നെയും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളായിട്ടും കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു സ്പെക്സ് തന്നെയാണ് OnePlus 7 ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് OnePlus ഞാൻ 2020 അൺബോക്സ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. OnePlus ഡിവൈസസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, അതായത് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം യൂസിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്തുമാത്രം ഉണ്ട് OnePlusൻ്റെ പൊട്ടൻഷ്യാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1 year ആയിട്ട് OnePlus യൂസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ OnePlusൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. എനിക്ക് വേറൊരു ഫോൺ ഇങ്ങനെ യൂസ് ചെയ്ത് ഇത്ര ഒരു യൂസർ എക്സ്പീരിയൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓവറായിട്ട് പൊക്കി പറയുകയില്ല. അതിനകത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ OnePlusനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീടായുള്ള ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കണ്ടന്റ്സിനെ പറ്റി എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.